നമുക്കിന്നൊരു ചീരത്തോരൻ റെഡിയാക്കിയാലോ. അതിനായിട്ടൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് കടുക് ചേർക്കാം. കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഒരു ചെറിയ സവാളയും ഒരു പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവാളയൊക്കെ വഴന്നു വന്നതിന് ശേഷം ചില്ലി ഫ്ലേക്സ് ചേർത്ത് വഴറ്റാം. അതിനുശേഷം അരിഞ്ഞു വെച്ച് ചീര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റുക. പിന്നീട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നീട് നന്നായിട്ട് തേങ്ങയൊക്കെ ചേർത്ത് ഇളക്കി ചേർക്കുക. പിന്നീട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് സമയത്തിന് ശേഷം ചീരയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ചീര തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കും ട്രൈ